ഗൈസ് വെൽക്കം ബാക്ക് കിലോസിലൂടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് അങ്ങനെ ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഗൈസ് നമുക്കിന്ന് ഞാനുള്ളത് ഇവിടെ കർണാടക കേട്ടോ. കർണാടക ഉൻസൂർ എന്ന സ്ഥലത്തുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കിടിലൊരു സ്പോട്ട് ഉണ്ട്. അതായത് നമ്മുടെ ടിബേറ്റിയൻ ക്യാമ്പില്ലേ, നമ്മൾ ഈ കൂർഗ് കുശാലനൊക്കെ ഉള്ള ഈ ടിബേറ്റിയൻ ക്യാമ്പ്. അപ്പോൾ അതുപോലത്തെ ഒരു കിടിലൊരു സ്പോട്ടിലേക്കാണ് ഞാൻ പോണത്. അപ്പോൾ അതിന് മാറ്റുള്ള നല്ല കിടിലൻ കാഴ്ചകൾ കാണാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇതാ എണ്ണലടിച്ച് ആർബേക്ക് എണ്ണടിച്ച് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? 30. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറയണത്. എന്തായാലും പോയി നോക്കാം. എന്തായാലും കിടില സ്പോട്ടാണ് കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ വില്ലേജിലൊക്കെ വന്നാൽ നമ്മൾ സ്റ്റേറ്റ് മാറുമ്പോഴുള്ള ആ ഒരു രസമല്ല, അതൊരു ഭംഗി അത് വേറെ തന്നെ. ഇവിടെ കാണുന്നില്ല. അതായത് ഈ നാട് എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷിസ്ഥലമാണ് കേട്ടോ, ഈ കർണാടക ഉൻസൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ വില്ലേജ് മാറുമ്പോൾ, അതായത് നമ്മൾ സ്റ്റേറ്റ് മാറുമ്പോൾ അതിനനുസരിച്ച് ആ ജീവിത ശൈലിയും, അതായത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാർക്കറ്റും കാര്യങ്ങളും നല്ലൊരു എന്താ പറയുക അടിപൊളിയാണ്. പക്ഷെ ഇവിടേക്ക് നമ്മൾ കൃഷിസ്ഥലമായതുകൊണ്ട് അപ്പോൾ അതിനനുസരിച്ച ജീവിതശൈലികളാണ് ഇവിടെ. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ എല്ലാം നമ്മൾ ഇതാണ്ടാ ഈ കാളവണ്ടിയിൽ ഇതാ സംഭവം കൊണ്ടുക, ഇതൊക്കെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്, കാണേണ്ട കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ പോകുന്ന നോക്കിയത് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ പേരെന്താണെന്നൊന്നും ഗൈസ് എനിക്ക് അറിയൂല. എന്തായാലും ഇവിടുത്തെ ഏറ്റവും വലിയ അമ്പലം തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. നല്ല കാഴ്ചയാണ് ഇതാണ് കേട്ടോ അമ്പലത്തിലുള്ള എൻട്രൻസ്. ഇതാണ് എൻട്രൻസ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല കാണാൻ പറ്റിയ കാഴ്ചയാണ്. നമ്മളൊന്നും ഇവിടെ ഇറങ്ങണില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ലക്ഷ്യം ടിബേറ്റിയൻ ക്യാമ്പാണ്. സോ ഗൈസ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാതെ ഡയറക്റ്റ് നമ്മൾ ലക്ഷ്യസ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ. ഒരുപാട് എന്താ പറയുക, ഈ വില്ലേജ് സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഏറ്റവും അതിമനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതായത് ഇവിടെ ഉള്ളത് ആ ഒരു ജീവിത ശൈലികളാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വലിയ വലിയ റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ പറ്റുന്ന എന്താ സ്ട്രീറ്റ് ഫുഡ് കേട്ടോ. അതിൽ ഏറ്റവും എൻ്റെ ഗൈസ്, അതായത് കർണാടകയിൽ വന്നിട്ട് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞത് പാനിപ്പൂരി, ഗോബി എന്ന് മുതലായവയാണ്. അപ്പോൾ എന്തായാലും അത് നമുക്കൊക്കെ അവസാനം കഴിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇതാണ്ടാ ഇവിടെ ഇതെല്ലാം കായാണ്. അതായത് ഇവിടെ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ അത് വളവെടുപ്പ് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ വീണ്ടും കാണാം. ഓ ഗൈസ് നോക്കൂ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ആ ലൊക്കേഷന്, അതായത് ഈ ടിബേറ്റൻ ക്യാമ്പ് പോകുന്ന ആ ഉള്ളിൽ റോഡ് നമ്മൾ കയറിയിട്ട്, അതായത് ഉൻസുകട്ടെ എന്ന് പറഞ്ഞ ഒരു റോഡാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളത് നമ്മൾ അത് ഉൻസൂർ പോകുന്നതിൻ്റെ നേരെ ലെഫ്റ്റിക്കാണ് ഈ റോഡുള്ളത്. അപ്പോൾ എന്ത് മനോഹരമാണ് നോക്കൂ ഗൈസ് ഈ റോഡ്. ഓ ഗൈസ് നോക്കൂ, അതായത് ഇതിൻ്റെ ഉള്ളിലാട്ടോ ഇവർ പ്രെയർ ചെയ്യുന്ന സ്ഥലം. അതായത് ഇവരെ പ്രെയർ അതായത് ചെയ്യുന്നൊരു സ്ഥലമാണിത്. ശരിക്കും എന്താ പറയുക, ഇന്ന് ഇവിടെ ആളുകളൊന്നുമില്ല, തിരക്കൊക്കെ കുറവാണ് കേട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചകൾ കാണാം ഗൈസ്. ഓ മൈ ഗൈസ് ഇത് നോക്കൂ, അതായത് ഇത് പാർക്കിങ്, അതായത് അവർ പാർക്കും കാര്യങ്ങളാണ് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും അതിമനോഹരമായ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ഇനിയുണ്ട്. ഇത് ജസ്റ്റ് പാർക്ക് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ എന്തായാലും അടുത്ത ഓ ഗൈസ് നോക്കൂ, അതായത് ഇവർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടത്. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ദിരാഗാന്ധിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇവരെ നാട്ടിൽ നിന്ന് പുറത്തിട്ട സമയത്ത്, അതായത് വേറെ അവർക്ക് താമസിക്കാൻ വേറെ എവിടെ ഇടമില്ലാത്തൊരു സമയത്ത് അങ്ങനെ കൊടുത്തൊരു പ്രോപ്പർട്ടിയാണ് കേട്ടത്. സംഭവം ഭയങ്കര അതിമനോഹരമാണ് കേട്ടോ കാണാൻ. എന്താ പറയുക, നമ്മൾ വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ഇവർ സ്കൂള് കാര്യങ്ങൾ, ഇവരെ താമസ സ്ഥലം, ഇവരുടെ ജീവിതശൈലി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. അതായത് നമ്മൾ വരുന്ന ഈ റൂട്ടില്ലേ, ഈ റൂട്ടാണ് നമ്മൾ വരിക. അതായത് അവിടെ നിന്ന് നേരെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. നേരെ ഇവിടെ വണ്ടി പാർക്കിംഗ് ചെയ്തിട്ട് നേരെ ഇതാണ് ഗൈസ് എൻട്രൻസ്. നേരെ എൻട്രൻസ് ഇതാണ്. ഇത് മാത്രമല്ല ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓൾറെഡി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് കാണുന്നില്ല, നീണ്ടു കിടക്കുന്ന ഈ റോട്ടിലുള്ള ഇനിയും ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം.
സുഹൃത്ത് ഇവിടെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എന്തായാലും ഗൈസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവന് കാണാം. അപ്പം ഇനി അടുത്ത കാഴ്ചകൾ കാണാം ഗൈസ്. ഓ ഗൈസ് നോക്കൂ, അതായത് നമ്മളതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആകെ ഒരു, അതായത് നമുക്ക് ഒരു പീടി എന്തെങ്കിലും വേണമല്ലോ, എന്തായാലും ഇങ്ങനത്തെ ഒരു വലിയൊരു അടിപൊളി സംഭവത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയല്ലേ. അപ്പോൾ നമ്മൾ ആകെ ഒരു കട ഇത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ അങ്ങനെയാണ് വില കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനത്തെ ഉള്ളിൽ ആയതുകൊണ്ട് മേ ബി നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ ഗൈസ്. അവിടെ ഏതോ ഉപ്പാപ്പാൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, ആരാന്നറിയില്ല. ഉപ്പാപ്പാൻ്റെ ആ ഫോട്ടോത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഫുള്ള് റെഡ് ബുള്ളാണ് സെറ്റാക്കിയത്. ആ റെഡ് ബുള്ള് കണ്ടിട്ട് മേ ബി എനിക്ക് തോന്നുന്നു ആ ഉപ്പാപ്പ ഭയങ്കര റിച്ചാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഈ കടകളൊക്കെ കയറുമ്പോഴുള്ള സംഭവം എന്താ പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് വരാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനത്തെ കടകളൊക്കെ കയറുമ്പോൾ മേ ബി ഓൾറെഡി എക്സ്പെൻസീവ് ആയിരിക്കും, കാരണം ഇതിൻ്റെ ഉള്ളിലായി രണ്ട് കാര്യങ്ങൾ അതീതമായിട്ട്. എന്തായാലും ഗൈസ് ആകെ ഒരു കടയുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചകൾ കാണാം. അതായത് ഇവിടെ റോഡ് പണി നടക്കുകയാണ് ഗൈസ്. അതായത് നമ്മൾ ടിബറ്റൻ ക്യാമ്പിൻ്റെ ആ എൻട്രൻസ് എന്ന് വന്നിട്ടോ, ഇത് എൻഡിങ് ആണോ എൻട്രൻസ് ആണോ എന്ന് അറിയുന്നില്ല. ഇനി മുന്നോട്ടുള്ള എന്തായാലും ആ റോഡ് അങ്ങനെ കണ്ടപ്പോൾ നേരെ വരികയാണ്. അപ്പോൾ ഇനി അവിടെയും ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പോയിക്കൊണ്ടുണ്ട്. അപ്പോൾ എന്തായാലും രണ്ട് ഉപ്പാപ്പന്മാരെ ആയിക്കൂടെ ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്, നമ്മളിങ്ങനെ പോയിക്കൊണ്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചകൾ അടുത്ത ആഴ്ച അല്ല കേട്ടോ, ഇപ്പം തന്നെ കാണിച്ചത് ഗൈസ്. സബൂറൊക്കെ ഇതാണ് എൻട്രൻസ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഇന്ന് ഉള്ളിൽ കയറി കേട്ടോ. ഉള്ളിൽ കയറി ഇതാ അതിനുള്ളിലത്തെ, അതായത് പിന്നെ അടിപൊളി നമ്മൾ ഈ ചായ ഒക്കെ കിട്ടും. നമുക്ക് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു കിടിലം അടിപൊളി സ്പോട്ട് ഉണ്ടെന്ന് പറയുന്നിട്ട്, അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. എന്തായാലും ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സംഭവങ്ങളൊക്കെ, ഈ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. കാരണം എന്താന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ജീവിതശൈലികളെ കാട്ടിയും ഒരു വ്യത്യസ്തമായ ജീവിതശൈലി. അതായത് ഓ ഗൈസ് നോക്കൂ, അതായത് എത്തി ഓ ഗൈസ് നോക്കൂ, അതായത് നമ്മൾ എത്തിയിരുന്നതാ ഇവിടെയാണ് കേട്ടോ. ഇവിടെ എന്തോ ചാങ്കോങ്ക എന്തെല്ലാം എഴുതിനാ ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ എത്തിയത് ഇവിടെയാണ്. ഇവിടെ അത് നല്ല അടിപൊളി ചായ കിട്ടുമെന്ന് പറഞ്ഞത്. അതായത് നമ്മൾ നേരത്തെ എൻട്രൻസ് കാണിച്ചു തന്നാൽ ആ എൻട്രൻസിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ ചായ പീടിക ഗൈസ്. അത് മാത്രമല്ല ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് എനിക്ക് മേ ബി തോന്നുന്നു സ്കൂള് കാര്യങ്ങൾ. ഇവിടെ ഒരു സ്കൂളൊന്നും അല്ല കേട്ടോ, ഇവർക്ക് ഒരുപാട് സ്കൂളുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഇതിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഇതിൽ ഇവരെ ലാംഗ്വേജ് കാര്യങ്ങൾ ഇല്ല മതപരമായ കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഇത് ഇപ്പോൾ കുറച്ചൊന്നുമല്ല കേട്ടോ, ഇത് ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും മുഴുവൻ എടുത്ത് വെറുപ്പിക്കുന്നില്ല ഞാൻ. അപ്പോൾ എന്തായാലും സ്പോട്ട് എന്തായാലും എല്ലാവരും കണ്ടല്ലോ. അതായത് ഉൻസൂർ ആയതുകൊണ്ട്, കർണാടക ആയതുകൊണ്ട് ട്രാക്ടർക്കും അതേപോലെ തന്നെ മറ്റു വണ്ടികൾക്കൊന്നും ഇവിടെ യാതൊരു കുറവില്ല. അങ്ങനെ എത്തിപ്പെട്ടത് നമ്മൾ ഈ സ്പോട്ടിലാണ് ഗൈസ്. എന്തായാലും കിടില സ്പോട്ടാണ്. അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തി ഇനി നമ്മളടുത്ത് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം. ഓ ഗൈസ് നോക്കൂ, ഇതാണ് എൻട്രൻസ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാണ്. കയറുമ്പോൾ തന്നെ ഇതാണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് സംഭവം. അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇതെല്ലാം അവരെ എന്താ പറയുക, നല്ല ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. അത് നമ്മൾ ചായ കുടിക്കാനും നല്ല പറ്റിയൊരു കിടില സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും ആ ടിബറ്റൻ ക്യാമ്പ് കണ്ടതിൻ്റെ ശേഷം ഇവിടെ വന്നിട്ടൊന്ന് റിലാക്സ് ആയിട്ട് പോകലാണ് അടിപൊളി എന്ന് മേ ബി തോന്നുന്നു. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് വന്നില്ല നിങ്ങളുടെ ഉള്ളിലൊക്കെ. ഗൈസ് നോക്കുക, അതായത് നമ്മൾ ഇത് ഓർഡർ ചെയ്യുമ്പോഴല്ല ഇതുപോലത്തെ ഒരു പേപ്പറിന് എല്ലാ ടേബിളിലുണ്ടാവും. അതിലിങ്ങനെ എഴുതിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമായ സാധനം നമ്മൾ എഴുതിന്. നമ്മൾ മിൽക്ക് ടീ ആണ് എഴുതിയത്, വേറെ എന്തെങ്കിലുമൊക്കെ വേണം നോക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയായിട്ട് സിസ്റ്റം ഇവിടുത്തെ നോക്കൂ. അതായത് നമ്മളിവിടെ ഡ്രോയിങ് എഴുതിയാട്ടോ നമ്മൾ ചെക്കന്. കാരണം ഇത് ഈ ഡ്രോയിങ് എഴുതിയിട്ട് ഇത് കാണുന്നല്ല, അതാ അവിടെ ഇങ്ങനെ ഒരുപാട് ഡ്രോയിങ് എഴുതിയിട്ട് ഒരുപാട് ആൾക്കാർ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഓർമ്മക്കിയതാ നമ്മളിങ്ങനെ ഡ്രോയിങ് ചെയ്തിട്ട് ഇവിടെ തൂക്കിയിടണേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അടുത്തതായിട്ട് ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ നമ്മളെ ഡ്രോയിങ്ങും നമ്മുടെ സിഗ്നേച്ചറുള്ള ആ സാധനം അവിടെ തൂങ്ങിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക, നോക്കുക. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ എന്തായാലും ഡ്രോയിങ് എഴുതി കഴിഞ്ഞിട്ട് മുഴുവനായിട്ട് കാണാം ഗൈസ്. നമ്മൾ പറഞ്ഞാൽ മെലിക്കിട്ട് ചെയ്താണ് കേട്ടോ. അതായത് ഇതിന് വെറും 20 റുപ്യ. സംഭവം അടിപൊളിയാണല്ലോ. ഏതാണ്ടാ ഒരു ചമ്പട്ടി ചായ ഉണ്ട്, വെറും 20 റുപ്യ. അടിപൊളിയാണല്ലോ. അപ്പോൾ ഇനി നമ്മുടെ ഫ്രഞ്ച് റൈസാണ് പറയുന്നത്, ഇനി അത് വരും ഗൈസ്. അപ്പോൾ അതാ ഇങ്ങനെ ഇതെടുക്കുക, അതിലെ മുക്കുക, കുടിക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും കുടിച്ചിട്ട് ബാക്കി കാണാം ഗൈസ്. ഓ ഗൈസ്, അപ്പോൾ ഇതാ നമ്മളെ മിൽക്ക് ടീം വന്ന് ഫ്രഞ്ച് റൈസും വന്നു. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് തിന്നിട്ട് ബാക്കി കഴിച്ചാൽ കാണാം ഗൈസ്. ഗൈസ് നോക്കുക, ഇതിൽ ചായയിൽ പഞ്ചസാരല്ല കേട്ടോ. അപ്പോൾ ഇത് 2 വെറൈറ്റി ഉണ്ട്. അതായത് നമ്മൾ നോർമൽ ഷുഗറും പിന്നെ ബ്രൗൺ ഷുഗർ രണ്ടും ഉണ്ട് കേട്ടോ. ഞാൻ കുടിച്ചു നോക്കുമ്പോൾ മധുരമല്ലേ സംഭവം. മധുരം നമ്മൾ ഇടേണ്ടത് നമ്മൾ ഇട്ടിട്ട് വേണം ഗൈസ് കുടിക്കാൻ.
അത് നമ്മൾ ഡ്രോയിങ്ങിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ള നിങ്ങൾ തന്നെ ഇവിടെ വരികയാണെങ്കിൽ ഇതാ ഇത് ടെബേറ്റൻ ക്യാമ്പിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കിഡിലെ സ്പോട്ടാണ് അത് കോഫി സ്പോട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നമ്മൾ ഡ്രോയിങ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ചേച്ചിനോടുള്ള ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും എന്തായാലും അടുത്ത വീഡിയോയിലേക്കാണ് എല്ലാവർക്കും ബൈ ബൈ.